morning all. Today we are going to discuss some previous year university questions based on module 6. The first question, give any two reasons why baseband signal cannot be directly transmitted in a wireless system. Second question, how frequency hopping spread spectrum FHSS spread the baseband signal for transmission. So this second question we have already discussed. What is frequency hopping spread spectrum? അപ്പോൾ ആ കോൺസെപ്റ്റാണ് നമ്മൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യന് എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഗീവ് എനി ടു റീസൺസ് വൈ ബേസ് ബാൻഡ് സിഗ്നൽ കനോട്ട് ബി ഡയറക്ട്ലി ട്രാൻസ്മിറ്റഡ് ടു വയർലെസ് സിസ്റ്റം. So what do you mean by a baseband signal and a broadband signal? So baseband signal is having only signal with only limited number of frequencies. Okay, broadband signal എന്ന് പറഞ്ഞാൽ എന്താണ്? It is having large number of frequencies. അപ്പോൾ ഒരു ബേസ് ബാൻഡ് സിഗ്നലിനെ ഒരു ബ്രോഡ്ബാൻഡ് സിഗ്നൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്രെഡ് സ്പെക്ട്രം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ്. ഫോർ എക്സാമ്പിൾ 1 to 100 അല്ലെങ്കിൽ 1 to 50 മെഗാഹെർട്സ്. ഓക്കെ, അതിനകത്തായിരിക്കും ഒരു ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് അസ്യൂം ചെയ്യുക. അപ്പം നമുക്ക് 1 to 50 വരെയുള്ള ഫ്രീക്വൻസീസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ഫോർ എക്സാമ്പിൾ 1 to 1000 മെഗാഹെർട്സ്. അപ്പോൾ 1000 ഫ്രീക്വൻസീസ് ഉള്ള സിഗ്നൽസ് അതിനകത്തുണ്ടാവും. ഓക്കെ, ഇവിടെ 1000 ഫ്രീക്വൻസീസ് ഉണ്ടാവും, ഇവിടെ ഓൺലി 50 ഫ്രീക്വൻസീസ് ആർ ദെയർ. Okay, so the number of frequencies is large in the broadband compared to the baseband. അതാണ് ബേസ് ബാൻഡും ബ്രോഡ്ബാൻഡും തമ്മിലുള്ള വ്യത്യാസം. സോ വൈ ദിസ് ബേസ് ബാൻഡ് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഇൻ വയർലെസ് സിസ്റ്റം? വയർലെസ് സിസ്റ്റത്തിൽ ബേസ് ബാൻഡ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് ബ്രോഡ്ബാൻഡ് ആക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ സ്പ്രെഡ് സ്പെക്ട്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ബേസ് ബാൻഡ് സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല? We are having three reasons for that. The first one is antenna, the length of the antenna. So here the antenna must be the order of the wavelength of the signal. ഈ ബ്രോഡ്ബാൻഡ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നലിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇറ്റ് ഈസ് ഹാവിങ് ലാർജ് വേവ് ലെങ്ത്. So the antenna size is depending on the wavelength of the signal. As the wavelength of the signal increases, the antenna size will be also large. In that case, we will be requiring a large antenna for transmitting a baseband signal. Okay, wavelength കൂടുമ്പോഴത്തേക്കും അത്രയും വലിയ ആൻറ്റിനാസ് വേണം. ഓക്കെ, ഇപ്പോൾ 1000 മീറ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 1000 മീറ്റേഴ്സ് ഇത്രയും റേഞ്ചിനുള്ള ആൻറ്റിനാസ്, ഇത്രയും ലെങ്ത്തിനുള്ള ആൻറ്റിനാസ് വേണം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. അതാണ് പറയുന്നത് ആൻറ്റിന ഈസ് ഇൻ ദ ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേവ് ലെങ്ത് സിഗ്നൽ ഇൻ സൈസ്. ദാറ്റ് ഈസ് ദ ആൻറ്റിന സൈസ് വിൽ ബി ലാർജർ. ക്ലിയർ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ് ഈസ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് കനോട്ട് ബി അപ്ലൈഡ്. കാരണം ഇവിടെ ലിമിറ്റഡ് ഫ്രീക്വൻസീസേ ഉള്ളൂ. 1 to 50 മെഗാഹെർട്സേ ഉള്ളൂ. അതിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ഓക്കെ, സോ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് കനോട്ട് ബി അപ്ലൈഡ്. ഫ്രീക്വൻസി ഡിവിഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ we should be having large number of frequencies. Okay, that is not here. But frequency division multiplexing using a baseband transmission, frequency division multiplexing cannot be applied. Okay, that is the second reason. The third reason is the medium characteristics. എന്ന് പറഞ്ഞാൽ ബേസ് ബാൻഡ് സിഗ്നൽ പെട്ടെന്ന് അറ്റനുവേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ പാത്ത് ലോസ്. ഇപ്പോൾ നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പാത്ത് ലോസ് സംഭവിക്കും. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് വാട്ട് ഈസ് പാത്ത് ലോസ്. നമ്മൾ വെറുതെ ഒരു സിഗ്നൽ നമ്മൾ എയറിൽ കൂടെ കടത്തി വിടുമ്പോഴത്തേക്കും, എയറിൽ കൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദെയർ ക്യാൻ ബി ലോസ് ഇൻ ദ സിഗ്നൽ ഡ്യൂ ടു ദ ട്രാൻസ്മിഷൻ. ഓക്കെ, ട്രാൻസ്മിഷൻ കാരണം ലോസ് ഉണ്ടാകും. കാരണം എന്താണ്? എയറുമായിട്ടുള്ള കൊളിഷൻ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് കുറേയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാരണം പാത്ത് ലോസ് സംഭവിക്കാം. ഓക്കെ, ദെൻ പെനട്രേഷൻ ഓഫ് ദ ഒബ്സ്റ്റക്കിൾ, അത് വളരെ ബുദ്ധിമുട്ടാണ് ഫോർ ദിസ് ബേസ് ബാൻഡ് സിഗ്നൽ. റിഫ്ലക്ഷൻ ക്യാൻ ഹാപ്പൻ. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്ത് പോകാം സിഗ്നൽ, സ്കാറ്റർ ചെയ്ത് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ സംഭവിക്കാം. Okay, so all the effects depends on the wavelength of the signal. Okay,
അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മീഡിയം ക്യാരക്ടറിസ്റ്റിക്സ് പ്രശ്നമാണിതിൽ. ഓക്കെ, അതായത് the signal can be attenuated due to various reasons like path loss, penetration, obstacle hitting, reflection, scattering and so on. Okay, so due to these three reasons we are not using a baseband signal for wireless transmission. ഓക്കെ, ഇത് ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. ഓക്കെ, നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ നമ്മളത് ടെക്സ്റ്റിൽ ഇല്ലാത്ത പോയിൻ്റാണ്. അവർ യൂണിവേഴ്സിറ്റിക്ക് അവർ എടുത്ത് ചോദിച്ചതാണ്, പക്ഷേ നമ്മളത് പഠിച്ച് വെച്ചിരിക്കുക. ഇതും ഈ 3 പോയിൻറ്റും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് എക്സ്പ്ലെയിനിങ് ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. The second question, how frequency hopping spread spectrum spread the baseband signal for transmission? Same question. Okay, frequency hopping spread spectrum explain cheya. Okay, now explain the datagram approach for packet switching network. Okay, ഇപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്, പാക്കറ്റ് സ്വിച്ചിങ് നമ്മൾ 3 എണ്ണം പഠിച്ചു അല്ലേ? സർക്യൂട്ട് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം സ്വിച്ചിങ് ആൻഡ് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് VCN. Okay, here they have asked about the datagram circuit, datagram network. Okay, ഇപ്പോൾ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഫിഗർ എല്ലാം വരയ്ക്കുക. Now list the 4 major components of the packet switch and write their function. Okay, അപ്പോൾ നമ്മൾ 4 components പാക്കറ്റ് സ്വിച്ച് കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ്. പാക്കറ്റ് സ്വിച്ചിൻ്റെ 4 കമ്പോണൻസ് അല്ലേ, ഓൾറെഡി പഠിച്ചാണ്, അത് റെഫർ ചെയ്യുക. ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട്, റൂട്ടിംഗ് പ്രോസസ്സർ, സ്വിച്ചിങ് ഫാബ്രിക്. ഓക്കെ, ഈ 4 കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. With suitable example, illustrate the working of virtual circuit approach for the packet switching. ഇപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ 3 സബ് ഡിവിഷൻസ് നമുക്കറിയാം. സർക്യൂട്ട് സ്വിച്ചിങ്, ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്, ദെൻ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കാണ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. Explain the difference between datagram and virtual circuit operation. ഇപ്പോൾ നമ്മളിവിടെ കമ്പാരിസൺ ആണ് ചെയ്യേണ്ടത്. കമ്പാരിസൺ ഓഫ് ദ നമ്മളെ പാക്കറ്റ് സ്വിച്ചിങ് ഡാറ്റാഗ്രാം നെറ്റ്വർക്കും വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കും തമ്മിലുള്ള കമ്പാരിസൺ. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കേസുകളാണ്, അത് നിങ്ങൾ റെഫർ ചെയ്യുക, എന്നിട്ട് എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാക്കറ്റ് സൈസ് ഇൻ എ പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക്? ഓക്കെ, എന്താണ് പാക്കറ്റ് സൈസ്? പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്കിൻ്റെ പാക്കറ്റ് സൈസിനെ കുറിച്ചുള്ള കാര്യമാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൽ വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ദ മെസ്സേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാക്കറ്റ്സ്. ഇത് നമുക്ക് വരുന്ന മെസ്സേജിനെ പല പല പാക്കറ്റാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഓഫ് ഫിക്സഡ് ഓർ വേരിയബിൾ സൈസ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ദ മെസ്സേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഓഫ് ഫിക്സഡ് ഓർ വേരിയബിൾ സൈസ്. The size of this packet is determined by the network. Okay, the packet size is determined by the network. Okay, so larger the packet, longer the transmission time. പാക്കറ്റിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ the transmission time will be larger. Okay, then vice versa. Shorter the packet ആണെങ്കിൽ the time will be, we can save the time. Okay, the transmission time will be. Okay. ഇതാണ് ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് പാക്കറ്റ് സൈസ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്? ദ മെസ്സേജ് ഈസ് ഡിവൈഡ് ഇൻ ടു പാക്കറ്റ്സ് ഓഫ് ഈക്വൽ സൈസ് ഓർ വേരിയബിൾ സൈസ്. ഓക്കെ, സോ വെൻ ദ സൈസ് ഓഫ് ദ പാക്കറ്റ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ്? ദ ട്രാൻസ്മിഷൻ ടൈം വിൽ ബി മോർ. ദ സൈസ് ഓഫ് ദ പാക്കറ്റ് ഈസ് സ്മോൾ, ദെൻ ട്രാൻസ്മിഷൻ ടൈം വിൽ ബി ലെസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയേണ്ടത്. Next question, what do you mean by setup phase in the circuit switching? The circuit switching we have already seen the 3 different types of phases. 3 phases we have already studied. What are they? First one is setup phase, second is data transfer phase, and third is the tear down phase. Okay, here they have asked to explain about the setup phase. Today setup phase ne kurichu explain cheya. Okay, explain the following terms: DSSS, FHSS. What is DSSS? It is direct sequence spread spectrum, and FHSS is frequency hopping spread spectrum. ഇതിനെ രണ്ടിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 6ൽ ആദ്യം പഠിച്ച ടോപ്പിക്കുകളാണ് ഇത് രണ്ടെണ്ണം.
ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നിങ്ങൾ ഇതിനകത്ത് എഴുതാം. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്കറ്റ് സ്വിച്ചിങ് ഫാബ്രിക് യൂസ്ഡ് ഇൻ പാക്കറ്റ് സ്വിച്ചസ്. ഓക്കെ, അത് കഴിഞ്ഞ സെഷനിൽ പഠിച്ചാണ് പാക്കറ്റ് സ്വിച്ച്, സ്ട്രക്ചർ ഓഫ് എ പാക്കറ്റ് സ്വിച്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 4 കമ്പോണൻസ് പഠിച്ചു അല്ലേ? ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട്, ദെൻ സ്വിച്ചിങ് ഫാബ്രിക്, ദെൻ നമ്മുടെ റൂട്ടിംഗ് പ്രോസസ്സർ. അപ്പോൾ അതിൽ സ്വിച്ചിങ് ഫാബ്രിക്കിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്വിച്ചസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ബനിയൻ സ്വിച്ച് ആൻഡ് ക്രോസ് ബാർ സ്വിച്ച്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഈ 2 കാര്യങ്ങളാണ്, ബനിയൻ സ്വിച്ച് ആൻഡ് ക്രോസ് ബാർ സ്വിച്ച്. ഓക്കെ, ഡിസ്ക്രൈബ് ദ 3 phases ഇൻ എ സർക്യൂട്ട് സ്വിച്ച് ഓപ്പറേഷൻ. സർക്യൂട്ട് സ്വിച്ച് ഓപ്പറേഷൻ്റെ 3 ഡിഫറെൻറ്റ് ഫേസസ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സെറ്റപ്പ് ഫേസ്, ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് ആൻഡ് ദിസ് ഈസ് നോട്ട് സെറ്റപ്പ് ഫേസ്, ഇറ്റ് ഈസ് ടീയർ ഡൗൺ ഫേസ്. ഓക്കെ, സോ ദിസ് ഈസ് എ മിസ്റ്റേക്ക്, ദിസ് ഈസ് ടീയർ ഡൗൺ ഫേസ്, ടീയർ ഡൗൺ ഫേസ്. ഓക്കെ, തേർഡ് വൺ. അപ്പോൾ 3 എണ്ണമാണ്, സെറ്റപ്പ് ഫേസ്, ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് ആൻഡ് ടീയർ ഡൗൺ ഫേസ്. ഈ 3 എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ 3-stage ക്രോസ് ബാർ സ്വിച്ച്. ഇത് നമ്മൾ ക്രോസ് ബാർ സ്വിച്ചിൻ്റെ സർക്യൂട്ട് സ്വിച്ചിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു പ്രോബ്ലമാണ് ഈ ക്രോസ് ബാർ സ്വിച്ച് ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, മൾട്ടി സ്റ്റേജ് ക്രോസ് ബാർ സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഹിൻ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതിന് എന്ത് ചെയ്യണം, ഓരോ സ്റ്റേജിലും എത്ര ക്രോസ് ബാർ സ്വിച്ച്, ഓരോ സ്റ്റേജിലും എത്ര ക്രോസ് ബാർ സ്വിച്ച് ഉണ്ടെന്നും അതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളതും നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ പറയുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വി റിക്വയർ n/n ക്രോസ് ബാർസ്. വാട്ട് ഈസ് n? n is already given. Okay, n is 100 and small n is 10. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ക്രോസ് ബാർസ് വേണ്ടി വരും? ഇറ്റ് ഈസ് 10 അല്ലേ? 10 ക്രോസ് ബാർസ് വേണ്ടി വരും. ഓക്കെ, ആൻഡ് ഈച്ച് ക്രോസ് ബാർ ഈസ് ഓഫ് ദ സൈസ് n/k. ഓക്കെ, സോ n ഇൻപുട്ട്, k ഔട്ട്പുട്ട് അല്ലേ? സോ വാട്ട് ഈസ് n? n is already given 10. 10/k. വാട്ട് ഈസ് k? k is 5. ഓക്കെ, സോ ഇറ്റ് ഈസ് 10/5. അപ്പോൾ 10/5ൻ്റെ 10 ക്രോസ് ബാർ സ്വിച്ചുകൾ വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റേജിലും എത്ര ക്രോസ് ബാർസ് ഫസ്റ്റ്, സോ ഇങ്ങനെ എഴുതുക ഫസ്റ്റ് സ്റ്റേജ്. ഈ സാമ്പിൾ പ്രോബ്ലം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ആ സ്ലൈഡ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എത്ര വരുന്നു, ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എത്ര വരുന്നു എന്നുള്ളത് എഴുതുക. ഓക്കെ, ഇതിൻ്റെ സാമ്പിൾ പ്രോബ്ലം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പഠിച്ച ആ സമയത്തുള്ള സാമ്പിൾ പ്രോബ്ലം. അത് 200/200 സ്വിച്ച് ആയിരുന്നു ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. n = 200, k = 4, n = 20. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? n/n അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ n/n ക്രോസ് ബാർ സ്വിച്ച് വേണം. സോ വാട്ട് ഈസ് n? 200. ഓക്കെ, വാട്ട് ഈസ് സ്മോൾ n? 20. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഈച്ച് ഓഫ് സൈസ് 20/4 അല്ലേ? സ്മോൾ n/k ആണല്ലോ അതിൻ്റെ ഓരോന്നിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റേജ് എത്ര വരും? സെക്കൻഡ് സ്റ്റേജിൽ k ക്രോസ് ബാർ ആണല്ലേ? അപ്പോൾ ഇതുപോലെ എഴുതുക. അപ്പോൾ ഈച്ച് ഓഫ് സൈസ് എത്രയാണെന്നുള്ളത് എഴുതുക. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേജിൽ എത്രയാണെന്നുള്ള എഴുതുക. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് പോയിൻറ്റ്. അപ്പോൾ ഇത് റെഫർ ചെയ്തിട്ട്, ഓക്കെ, ഇതേ സാധനം റെഫർ ചെയ്തിട്ട് വേണം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ക്രോസ് ബാർസ്, ഈച്ച് ഓഫ് സൈസ് എത്ര, സെക്കൻഡിൽ എത്ര ക്രോസ് ബാർ സ്വിച്ച്, എത്ര, ഈച്ച് ഓഫ് സൈസ് എത്ര. ഓക്കെ, അപ്പോൾ സെക്കൻഡിൽ എത്ര വരും? സെക്കൻഡിൽ എത്ര ക്രോസ് ബാർ സ്വിച്ച്? k = 5 ആണല്ലേ? അപ്പോൾ 5 ക്രോസ് ബാർ സ്വിച്ച് ഓഫ് സൈസ് n/n ഇൻറ്റു n/n. വാട്ട് ഈസ് n/n? n/n ഈസ് 10. ഇപ്പോൾ 10/10ൻ്റെ 5 എണ്ണം. ഓക്കെ, ഇവിടെ അതുപോലെ n/n ക്രോസ് ബാർ സ്വിച്ചസ് വേണം. 10 ക്രോസ് ബാർ സ്വിച്ച്, ഈച്ച് ഓഫ് സൈസ് k/n. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിന്ന് ചെയ്തിട്ട് ഇത് അസൈൻമെൻറ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 6ൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതോടുകൂടി നമ്മളെല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷൻ തൊട്ട് വിൽ ബി സ്റ്റാർട്ടിങ് ദ റിവിഷൻ ഫ്രം മൊഡ്യൂൾ 1 ഓൺവേർഡ്സ്. ഓക്കെ, താങ്ക് യു.